ഗ്യാങ് ഹൗസിൽ ആദ്യമായിട്ട് ചെറിയ മിനി വ്ളോഗും റീലൊക്കെ എടുക്കുന്ന ഞാനാ. കാരണം എനിക്ക് മനസ്സിലായി കാര്യം ഇതിങ്ങനെ പോയാൽ. അപ്പോൾ എന്നെ കൊണ്ട് എപ്പോൾ നോക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും എടുക്കാൻ നോക്കും. കാരണം വേറെ എഡിറ്റിംഗിലായിരിക്കും അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നുണ്ട്. കാരണം എനിക്ക് മനസ്സിലായി. കാരണം വീട്ടുകാരോട് ഡെയിലി ഇവന്റെ തെറിയും കേൾക്കും, എപ്പം കേൾക്കും. കാരണം വെച്ചാൽ ഓൻ പറയും നീ നിന്റെ കാര്യം വേണ്ടി മാത്രമല്ല നീ ചെയ്യുന്നുള്ളൂ. അതായത് ഓൻ്റെ ചിലപ്പോൾ അലക്കാനുള്ളത് ഉണങ്ങിയിട്ട് എടുത്തിട്ടുണ്ടാവില്ല. ഇല്ലെങ്കിൽ എന്താ പറയുക, ഫുഡ് ചിലപ്പോൾ പൊളിച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് പൊളിച്ചക്ക് എന്താ പറയുക 4 മണി ലൈവ് കഴിയുന്ന സമയം എത്ര അറിയാം 2-2:30 മണിക്കൊക്കെ കഴിയുക. അത് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് കിടന്നിട്ടുണ്ടാവും. കാരണം ഓൾറെഡി ഇപ്പോൾ ഫുഡിന് നേരത്തെ എണീക്കണം. നമുക്ക് കിടന്നുറങ്ങുമ്പോഴത്തേക്ക് പറയും എടാ എനിക്ക് മുട്ട ബുർജി ഉണ്ടാക്കി തരണം, പിന്നെ ഓംപ്ലേറ്റ് ഇതാക്കി തരണം, അതാക്കി തരണം എന്നെല്ലാം പറഞ്ഞിട്ട് വിളിക്കും. ഞാൻ ഒന്നും പറയാണ്ട് എണീച്ചു പോകും. കാരണം എന്താ, 17 Pro എടുത്ത് നോക്കുന്നുണ്ട്. എടാ 17 Pro എടുത്ത് ഞാൻ ഒന്ന് പറഞ്ഞ് തീരട്ടെ. അതായത് ഞാൻ 17 Pro എടുത്ത് എങ്ങനെ അറിയടാ, എൻ്റെ മാക് ബുക്ക് ഉണ്ട്. അതായത് ഞാനിവിടെ വരുന്നതിൻ്റെ മുമ്പുണ്ടായ 2 ഒന്ന് മാക്ക്, പിന്നെ എൻ്റെ ഉമ്മാൻ്റെ ഇതേപോലെ തന്നെ സാധനം വെച്ചിട്ട് അടുത്തൊരു ക്യാമറ ഉണ്ട്, സോണി Z-V10 എന്നുള്ള ബ്ലോഗിങ് ക്യാമറ. അത് ഈ അടുത്ത് ഞാൻ സെല് ചെയ്തത്. ഈ 2 സാധനം വിറ്റിട്ടാണ് 17 Pro എടുത്തത്. ഈ 2 സാധനം വിറ്റിട്ടാണ് 17 Pro എടുത്തത്. എടാ നമ്മുടെ അടുത്തൊന്നും ഒരു ഉറുപ്പില്ലടാ. ഇതൊന്നും പുറത്തു പറയാൻ പറ്റില്ല. ഒരു 10 രൂപ കടം പോലും ചോദിക്കാൻ പറ്റില്ല കുടുംബക്കാരോടോ കൂട്ടുകാരന്മാരോടോ. കാരണം എന്താ, ലക്ഷങ്ങൾ കിട്ടുന്ന തൊപ്പിൻ്റെ അടുത്ത് ലക്ഷങ്ങൾ സാലറി വാങ്ങുന്നില്ല. പിന്നെ നീ എന്തിനാ അത് പൂത്തി വെച്ചിട്ട് നമ്മോട് പൈസ ചോദിക്കുന്നു ചോദിക്കും. എടാ അതുകൊണ്ട് നാണക്കേട് ആരോട് ചോദിക്കാൻ പറ്റൂല. എത്ര പ്രാവശ്യം എന്നറിയോ ഇവൻ പറഞ്ഞ പോലെ തന്നെ നമ്മളും കുറേ രാത്രി കരഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ആരോട് പറയാൻ, പുറലോകത്ത് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ? ഗതി കെട്ടിട്ടാണ് പറയുന്നത്. വരാപ്പോഴിന്ന് ഒരു മുട്ട ബജിയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചായ കുടിക്കാൻ പോകുമ്പോൾ മാത്രമോ നമ്മൾ എത്ര ആൾക്കാർ കടം ചോദിക്കലുണ്ട് പൈസക്ക്. എടാ ഒരു ബജിക്കല്ല അവിടെ ഒരു 8 റുപ്യേ ഉള്ളൂ. 8 റുപ്യന് ബജിയും ചായയും കുടിക്കാൻ വേണ്ടി ആകെ ഒരു സമാധാനം ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഇത് മാത്രം കുടിക്കാനാ. ഇത് കുടിക്കാൻ പോലും കടം മേടിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഇതായി കൊടുക്കുക. ഈ മെൽവിനും പറഞ്ഞ പോലെ തന്നെ 1-2 മാസം കൊടുത്തു. പിന്നെ നീ അതിൻ്റെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞു, നീ അതെനിക്കാവൂല, എന്നെ ദയവ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഓനോട്, ഞാൻ അവസാനമായിട്ട് ട്രിക്കാ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ട്രിക്കാ. എൻ്റെ വീട്ടുകാരിങ്ങനെ പറയുന്നുണ്ട്, ഉമ്മയും വിളിച്ചിട്ട് എപ്പോൾ ഇങ്ങനെ പറയൂ ഒരു 5 പൈസ കിട്ടാണ്ട് എന്തിനാ നിൽക്കുന്നത്, ഓൾറെഡി ഒന്നും റീലും കാര്യങ്ങളൊന്നും ഇടാനും പറ്റുന്നില്ല വൃത്തിക്ക്. കാരണം ഇതെല്ലാം പണീൻ്റെ ഇടയിൽ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുക, ആവൂലെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, മെൽവിൻ്റെ സാലറി ഞാൻ കൊടുക്കുക. അതിൻ്റെ ഇടയിൽ മെൽവിന് ആക്സിഡൻ്റ് ആയി. അടുത്തൊരു വീട്ടിൽ നിന്ന് ഫുഡ് ഏൽപ്പിച്ച്. ആ വീട്ടിൽ നിന്ന് ഫുഡ് ഏൽപ്പിച്ചപ്പോഴും അവിടുന്ന് പൈസ കൊടുക്കാൻ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് എന്നോട് പറയാം എന്നാൽ പകുതി പൈസ നീ കൊടുക്കുന്നു. അടി പകുതി പൈസ കൊടുത്തിട്ടും ഇത് ചില മാസം പ്രൊമോഷൻ, ഞാൻ പറഞ്ഞില്ലേ പ്രൊമോഷൻ വിചാരിച്ച പോലെ കിട്ടൂല, ചില മാസം കൊടുക്കാണ്ടായിപ്പോ ഭയങ്കര ബുദ്ധിമുട്ടില്ലായിരുന്നു. അതിൻ്റെ ഇടയിൽ ബാൻ എന്നെല്ലാം പറഞ്ഞ സാധനങ്ങൾ ഈ ഗ്യാങ് ഹൗസിലുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊന്നും ഒരു ഓർഗോ സിസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല. ഒരേ ഒരു വാക്കേ ഉള്ളൂ, നീ അതിൻ്റെ വാക്ക്. നിങ്ങളോട് പറയുന്നത് ഈ ഓർഗ് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. എടാ ഓർഗ് ഇല്ലടാ. എടാ ഇനിയെങ്കിലും മനസ്സിലാക്കിയ ഓർഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അശ്വിൻ ബ്രോനെ ആയിരിക്കും. അശ്വിൻ ബ്രോന ഞാൻ ഇന്ന് കുറച്ചു മുമ്പ് വരെ പറഞ്ഞിരുന്നു, മൂപ്പർക്ക് ഇതൊന്നും അറിയില്ല, മനസ്സിലായി. ഇവൻ സ്വയമായിട്ടൊരു ഓർഗ് ഉണ്ട് എന്ന് പറയലും അത് ആൾക്കാരോട് പറയലും അത് ഈ പറഞ്ഞ പോലെ അത് മാനിപ്പുലേഷൻ ചെയ്യാണ്. കാരണം ഒരാൾ ഡൊണേഷന് പൈസ ചോദിച്ച് ഒരു ചാരിറ്റിക്ക് വേണ്ടി ചോദിക്കും, എന്തെങ്കിലും സഹായങ്ങൾക്ക് വേണ്ടി വന്ന് ചോദിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓന് ഞാൻ തരൂല എന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഓൻ എന്ത് പറയും, നൈസായിട്ട് ഡീൽ ചെയ്യും. അത് ഓർഗിനോട് ചോദിക്കണം, സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന്. എടാ എന്ത് സിസ്റ്റമാണ്, ഒരു സിസ്റ്റം ഇല്ല. അൾട്ടിമേറ്റ് വാക്ക് ഇവൻ പറയും. അതിപ്പോൾ ഒരാൾ എത്രയോ ആൾക്കാർ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ ഗ്യാങ് ഹൗസിന് മുമ്പിൽ വന്നിട്ടുണ്ട്. ഡോർ അടിച്ചു കഴിഞ്ഞാൽ പറയും അടുത്തല്ലോ, പറയാൻ പറ്റൂല അങ്ങനത്തെ വാക്കുകളെ കൊണ്ട്. അതായത് എത്ര പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരാളെ സഹായിച്ചെങ്കിൽ, അതായത് ഇപ്പൊ നിങ്ങളെ വീഡിയോയിലാണെങ്കിലും ഒരാളിപ്പോ സഹായിച്ചു, ഒരു ഫോൺ എന്തെങ്കിലും കൊടുത്താൽ ആ വ്ളോഗ് ഓഫ് ആക്കി ഉടനെ ആ കൊടുത്തയാള് തെറിയായിരിക്കും. നല്ല പച്ചക്കും ഓനക്കും അവന്റെ ഉമ്മാക്കും എല്ലാം വിളിക്കും. അത് സ്വന്തം, അതായത് നമ്മള് സഹായിച്ച, നിങ്ങൾക്ക് അറിയാലോ നമ്മൾ ഇത്ര ആളെ സഹായിച്ചെന്ന്, ഓരോ റീലിലെല്ലാം കാണുന്നല്ലേ. അപ്പോ ഇതേപോലെ വാങ്ങിക്കൊടുത്ത ആൾക്കാരെല്ലാം അറിയാലോ. അപ്പൊ അവരെല്ലാം നമ്മൾ കേൾക്കുന്നതാണ്, നമ്മള് കേൾക്കുന്ന വെറുതെ പറയുന്നല്ലേ. നമ്മൾ അലക്കാരനായിട്ടും ആശാരായിട്ടും അവിടെ ഉണ്ടാക്കിയ സ്പിൻ വീലില്ലേ, ഈ സ്പിൻ വീലൊന്നും ചില സമയത്ത് എത്രയോ കഷ്ടപ്പെട്ടിട്ട് അങ്ങനെയെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടാക്കുക. ഇതിന്റെ ബെയറിംഗ് ഒന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ അല്ല, ഞാൻ ഇതും കൂടി പറഞ്ഞിട്ട് അതേ ഞാൻ പറയുന്നുള്ളൂ. ഇതൊന്നും കറങ്ങിയിട്ടില്ലെങ്കിൽ, ഇല്ലെങ്കിൽ കറങ്ങുമ്പോൾ ശരിയായിട്ട് വന്നില്ലെങ്കിൽ അപ്പൊ പറയും ജാസി ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞതാ, അത് കറക്റ്റായിട്ട് കറങ്ങിയില്ല. എന്നോട് പറയാം നിന്നോട് പറഞ്ഞ പണി നീ വൃത്തിക്ക് ചെയ്യുന്നില്ലല്ലേ, 1 മാസത്തേക്ക് ഇനി ഒരിക്കലും റീലിടണ്ട. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്കുണ്ടായ നഷ്ടം എന്താ അറിയാടാ, എനിക്ക് ആ മാസം പ്രൊമോഷൻ ചെയ്യാനും പറ്റിയില്ല. പൈസ ഇങ്ങനത്തെ ഇടയ്ക്ക് ചില മാസങ്ങൾ നിങ്ങൾ നിങ്ങളെന്താ ഡൗണ് കാര്യങ്ങൾ, ഇതൊക്കെ ഇങ്ങനത്തെ കുറേ റീസൺസ് ഉള്ളതുകൊണ്ടാടാ. അവസാനം മടുത്തിട്ട് മാസങ്ങൾക്ക് മുമ്പ് വരെ നമ്മൾ പറഞ്ഞു എങ്ങനെങ്കിലും ഇവിടെ ഒന്ന് ഓടിയാലോ, ഇല്ല ഇവന്റെ ഒരു തലക്കൊരു പല കൊണ്ട് അടിച്ചിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാലോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു വേടാ. അത് ആ വീട്ടില് ഇവന്റെ അനുഭവിച്ച എല്ലാവർക്കും തോന്നുന്ന കാര്യമാണ്. ഒരിക്കലെങ്കിലും നമുക്ക് ഇവനെ കൊല്ലാനുള്ള ഒരു ദേഷ്യം വരും ഗൈസ്. കാരണം അത് അങ്ങനെ നമ്മളങ്ങനെ ആയിട്ട് നമുക്ക് കൊല്ലാനുള്ള മൈൻഡ് ഉണ്ടായിട്ടില്ല. നമുക്കത് തോന്നും. കാരണം
അങ്ങനെ ചെയ്തിട്ടുണ്ട്, മനസ്സിലാ? കാരണം അടി അത് തോന്നും, ഒരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യന് അത് തോന്നും, ഉറപ്പാ അത് തോന്നും. രാത്രി ലൈവെല്ലാം കഴിഞ്ഞ് ഇവന്റെ ചെപ്പും തെറിയെല്ലാം കേട്ടിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ അഥവാ ലൈവ് ഇവരെ റൂമിൽ ഷമീറിനൊക്കെ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട് തലക്കാണി അഞ്ഞു. ഷമീർ എന്ത് അപ്പൊ പറയാം ഒന്നുമില്ലടാ കുടിക്കുമ്പോൾ വെള്ളം പറഞ്ഞാൽ, കുടിക്കുമ്പോൾ എങ്ങനെ തലക്കാണിയും വെള്ളം പറയാ ഗൈസ്. അപ്പൊ ഇങ്ങനത്തെ പലപ്പോഴും പല സാഹചര്യങ്ങളും അവസാനം നമ്മൾ പറഞ്ഞില്ലേ പെരുന്നാളിന്റെ സമയത്ത്, വലിയ പെരുന്നാൾ കഴിഞ്ഞ വലിയ പെരുന്നാക്കാണ് നമ്മളിപ്പോൾ, വലിയ പെരുന്നാൾക്ക് ചെറിയ പെരുന്നാക്കല്ല അവിടുന്ന് ഇറങ്ങുന്നത്, ആ നോമ്പിന്റെ ആ സമയത്ത് അവസാനം ഷമീറിനോടും കൂടി പറഞ്ഞപ്പോൾ ഒരു കാര്യം എന്തായാലും ഉറപ്പിച്ച്, അതായത് ഓന് 5-6 മണിക്കൂർ കഷ്ടപ്പെട്ടിട്ട് ഈ ലൈവിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് സ്ട്രീം ചെയ്തിട്ട് പെങ്ങൾക്ക് കല്യാണത്തിന് വേണ്ടിയിട്ട് ഒരു ആവശ്യം വന്ന് ചോദിച്ചപ്പോൾ പറയാം അത് ഞാൻ തീരുമാനിക്കും, അൾട്ടിമേറ്റ് എൻ്റെ വാക്കാ, നിന്നൊക്കെ ഇവിടുത്തെ വരെ എത്തിച്ച് ഞാനാ, അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അന്ന് തന്നെ നമ്മളൊരു കാര്യം കാറിൽ വെച്ച് എന്നോട് പറഞ്ഞ ഓർമ്മ ഫോട്ടോ വരുന്നു, എന്താ ചെയ്യാൻ പറ്റുന്ന ചെയ്യടാ, പോയിട്ട് നീ നിനക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഉണ്ണയെന്നും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പം അന്ന് ഒരു കാര്യം എന്തായാലും ഉറപ്പിച്ച്. ഇതുകൊണ്ട് മാത്രല്ലടാ, ഇടക്കിടക്ക് മമ്മൂന്റെ ഒക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, മമ്മൂന്റെ അടിക്കുന്നതും എനിക്ക് അടി കിട്ടുന്നതും റാമ്പോ ചെപ്പുന്നതും. നിങ്ങൾ ലൈവിൽ അടിക്കുന്നെല്ലാം കാണുന്ന അന്ന് എന്നെ മുത്തിക്കല്ല അടിച്ചത്. ഓക്കെ അതിപ്പോ ഞാൻ ഒരു തെറ്റ് ചെയ്തു, ഓക്കെ, പക്ഷെ ഇതിനെക്കാട്ട് 2 ഇരട്ടി അടി അല്ല, ഒരു ഏട്ടെന്നുള്ള നിലയിൽ അടിക്കാം. പക്ഷെ ഏട്ടെന്നുള്ള നിലയിൽ ഇവന്റെ ഉമ്മാക്ക് ഒരു ആവശ്യം വരുമ്പോ, ഇവന്റെ വീട് ചോർന്ന് വിളിക്കുമ്പോ ഈ ഏട്ടെന്നുള്ള നിലയിൽ 2 രൂപ കൊടുക്കണ്ടേ? ഒരു ഏട്ടെന്ന് പറയുമ്പോ അടിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യം കൊടുക്കാം. അതേ സ്വാതന്ത്ര്യത്തില് ആ ഏട്ടൻ എന്ന് പറയുന്ന വ്യക്തി 2 രൂപ കൊടുക്കണ്ടേ? എന്നാലല്ലേ ആ സ്വാതന്ത്ര്യം ഉള്ളൂ. അല്ലാണ്ട് അടിക്കാൻ മാത്രമായിട്ട് ഒരാൾക്ക് എന്താ സ്വാതന്ത്ര്യം ഉള്ളത് ഒരു വ്യക്തിനെ? ചില സമയത്ത് അടിക്കുമ്പോൾ നമ്മൾ ചോദിക്കും എന്തിനാ ചെയ്തത്, ഞാൻ ജസ്റ്റ് കാമായിട്ടും ചോദിക്കും. അങ്ങനെ ചോദിക്കാനുള്ള ധൈര്യം നമുക്കില്ല. അപ്പൊ പറയൂ നന്നാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. എടാ വെറുതെ ഇവന്റെ ഫ്രസ്ട്രേഷനിൽ ഇവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ന്യായീകരിക്കാനുള്ള നാക്ക് അത്രത്തോളം ഉണ്ട്. ഇനി നോക്കിക്കോ, ഇതിന് മറുപടിയായിട്ട് പറയുന്ന കാര്യങ്ങളിൽ പോലും നിങ്ങൾ വീണു. അത്രത്തോളം മാനിപ്പുലേഷൻ പവർ എന്ന് പറഞ്ഞ വ്യക്തി, ഒരു സംഭവം എന്ന് പറഞ്ഞത് അത്രത്തോളം പവർഫുൾ ആണ്. അപ്പോൾ നിങ്ങളവിടെ പോയി ഇവന്റെ 2 വാക്ക് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളടക്കം കൺവിൻസ് ആവും. അതൊരു കൈവാടാ, അതൊരു കൈവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പിടിച്ചിരിക്കുന്നത്. അത് ഭയങ്കര കൈവാ. അതിന് അത് ഞാൻ പറയാലോ, അങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ, അതെനിക്ക് എപ്പം ആരാധനയുള്ള സംഭവം. അങ്ങനത്തെ അല്ല ഇവന്റെ കുറച്ച് കാര്യങ്ങൾ. ഈ പറഞ്ഞ പോലെ ആൾക്കാരെ ഈ പറഞ്ഞ പോലെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവും, ഈ പറഞ്ഞ പോലെ അവരെ ഒരു നന്മ രീതിയിൽ കൊണ്ട് കാര്യങ്ങൾ പറയാനുള്ള രീതിയും, അത് എന്തൊരു സാധനം കണ്ടന്റ് ആക്കണം. 1 ഉറുപ്പ്യ ഒരു സ്ഥലത്ത് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ അത് അതിൽ നിന്ന് 100 രൂപ ഭാരാന്നുള്ള ആ സാധനം. അതെല്ലാം നല്ല കാര്യം, ബ്രില്യൻ്റ് ആണ്. അതെല്ലാം ബെസ്റ്റ് മൈൻഡാണത്. അതുകൊണ്ട് തന്നെയാണ് ഓനി പറഞ്ഞ കാറും ഇതും കോടിക്കണക്കിന് ഉറുപ്പ്യ ഉണ്ടാക്കിയത്. അതിലൊന്നും ഒരു ഇതും നമ്മൾ പറയുന്നില്ല. പക്ഷേ അതുകൊണ്ടാണ് നമ്മള് മൂഞ്ചി പോയത്. അപ്പൊ നമ്മള് മൂഞ്ചിന്റെ കാരണമാണ് നമ്മൾ വിചാരിക്കും ഇത്രയും ലേറ്റ് ആയത് എന്താ, മമ്മു 2 കൊല്ലം നിന്ന് ഇതെന്താ ബുദ്ധിയില്ലേ, നമുക്ക് എന്താ ഇത് മനസ്സിലായിക്കൂടെ? എടാ നമുക്ക് കാര്യങ്ങൾ സെറ്റ് ആവുന്നുള്ള പ്രതീക്ഷ തന്ന് നിപ്പിച്ചതാടാ. അവസാനം നമുക്ക് തരുന്ന സാധനമാണ് ഹോപ്പ്. എന്ത് പറയുമ്പോ മമ്മു ആയിട്ടില്ല, സമയമായിട്ടില്ല. നമ്മളും വിചാരിക്കും എന്തോ ഒരു സാധനം വരാനുണ്ട്, സമയമുണ്ട്, അങ്ങ് എല്ലാരും ഇതാവുന്നോണ്ട് നല്ല നിലയിൽ എത്തുന്നോണ്ട്. പക്ഷെ എന്നാലും അവൻ പറയും സമയമായിട്ടില്ല. ഫെയിം കിട്ടുന്ന നമ്മൾ നോക്കുമ്പോ എന്താ പറയുക ഗൈസ്, നമ്മൾ നോക്കുമ്പോ ഞാനൊക്കെ ആദ്യം കയറിയ സമയത്ത്, ഞാൻ ഈ പറഞ്ഞ പോലെ പെർഫോം ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എന്നെ 4 ആള് തിരിച്ചറിയുന്നുണ്ട്. വൺഡേ ഓമ്പിച്ചു മനസ്സിലായില്ല. വൺഡേ ഉണ്ടല്ലോ, വൺഡേ അത് വെറും വണ്ടാണ്. അപ്പൊ ഞാനൊക്കെ പോയ സമയത്ത് ഇങ്ങനെ കുറച്ച് 2 ലൈവിൽ 2 പെർഫോം ചെയ്ത് 2 ഇതായ സമയത്ത് ആ ടൈം കുറച്ച് ഫാൻ ബേസ് ഉണ്ട്, ഇവനുമായിട്ടുള്ള ഇതുകൊണ്ട് ഫാൻ ബേസ് ഉണ്ട്. അപ്പൊ ആ ഫാൻ ബേസിൽ ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്നെ ആൾക്കാർ ഇന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. അതൊന്നും ഞാൻ ഇതാക്കുന്നില്ല. അതൊക്കെ ഓൻ തന്ന ഇത് തന്നെയാണ്, ഉള്ളത് പോലെ പറയല്ലോ, അതൊക്കെ ഓൻ തന്ന ഇത് തന്നെയാണ്. പക്ഷെ അതൊക്കെ ഓൻ തന്നത് ഈ പറഞ്ഞ പോലെ നമ്മളെ യൂസ് ചെയ്ത് ഓന് പൈസ ഉണ്ടാക്കാനായിരുന്നു. കാരണം ഓന് ഈ ഫെയിമും ഇതൊക്കെ അൾട്ടിമേറ്റ് കിട്ടിയൊരു വ്യക്തിയാണ്. ഓന് മനസ്സിലായി ഇപ്പൊ ഫെയിമിലല്ല കാര്യം, പൈസയിലാണ് കാര്യം എന്ന് ഓന് മനസ്സിലായത് കൊണ്ട് ഈ പറഞ്ഞ പോലെ 4-5 മണ്ടന്മാരെ വെച്ച് ഇങ്ങനെ ഒരു പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാക്കാന്നുള്ള ബുദ്ധി ഓന് മനസ്സിലായത് കൊണ്ടാണല്ലോ നമ്മളെ ഇതാക്കിയത്. നമ്മളെനിക്ക് ഒന്ന് പറഞ്ഞ പോലെ ബുദ്ധി വെച്ച് തുടങ്ങി നമ്മൾ ഇതാക്കിയ പോലെ ഒരു 2 ഉറുപ്പ്യ ആവശ്യത്തിന് ചോദിച്ചപ്പോൾ ഓന് മനസ്സിലായി ഇനി ഇവന്മാർ ഇതാക്കിയ നമുക്ക് ഓനിക്ക് ഇതാവുന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അപ്പൊ ഈ 2 ആള് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ കണ്ട ഫോട്ടോ എടുക്കും, ഇങ്ങനെ കൈ തരും, ഇതാക്കും. അപ്പൊ ഞാൻ വിചാരിക്കും ഓക്കെ, ഒരു പട്ടിയും തിരിച്ചറിയാൻ തന്നെ ഇപ്പം 2 ആള് തിരിച്ചറിയുന്നുണ്ട്, നല്ല വില കിട്ടുന്നുണ്ട്, അപ്പൊ നല്ല സുഖമുണ്ടല്ലോ, അപ്പൊ നല്ല ഇതാണല്ലോ, അപ്പൊ പിന്നെ കൊള്ളാം, അപ്പൊ പിന്നെ ഒരു ഇത് വരും, നമുക്കൊരു ഒരു കുളിർമ, ഒരു എന്താ പറയാ, ഒരു നമ്മളെ 4 ആൾ തിരിച്ചറിയുന്നുണ്ട്. നമ്മള് 2 അടുത്ത് പോകുമ്പോൾ നമ്മള് 2 ആൾ നോക്കുന്നുണ്ട്. ഈ ഒരു സാധനത്തിലാണ് കുറെ കാലം പോയിക്കൊണ്ടത്. പിന്നെ പോയി ആവുമ്പോൾ പിന്നെ മനസ്സിലായി
ഇതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ സാധനം കൊണ്ട് നമ്മൾ പിടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചായയോ തിന്നാനോ കിട്ടൂല. ഉമ്മ ഹോസ്പിറ്റലാകുന്ന സമയത്ത് ഉമ്മ ഹോസ്പിറ്റലാകുന്ന സമയത്ത് എന്നെ രണ്ടാൾക്ക് അറിയാം, അന്നെ നാലാളും ഒന്ന് ഫോട്ടോ എടുത്തു എന്ന് വിചാരിച്ചിട്ട് അവർ ഉമ്മാന്റെ ഓപ്പറേഷൻ ഫ്രീ ആയിട്ട് അവർ ചെയ്ത് തരൂല, മരുന്നിന്റെ പൈസ ഫ്രീ ആയിട്ട് അവർ തരൂല. അത് മനസ്സിലായി, ആ കാര്യം മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ. ഇത് ഇപ്പോഴും നമ്മളിത് പറയില്ലേനടാ. ഇവന്റെ ഈ അനിയത്തിന്റെ കല്യാണവും പിന്നെ അതുപോലെ തന്നെ ഇവന്റെ വീടിന്റെ കാര്യവും പിന്നെ എൻ്റെ വീട്ടിലൊരു ചെറിയൊരു സീൻ ഉണ്ടായിരുന്നു, അതായത് ഒരു ഓപ്പറേഷൻ ആയിട്ട് വന്നത്. ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇത് ഇപ്പോഴും ഒന്നും പറയാണ്ട് എന്താ പറയുക ഇതെല്ലാം ഇങ്ങനെ കേട്ട് പോയിനും. ഇത് നമ്മൾക്ക് അതൊക്കെ വന്നപ്പോൾ നമുക്ക് ബോധം വന്നത് നമ്മളെ കാര്യങ്ങള്, അതായത് നമുക്കൊരു ആവശ്യം വരുമ്പോ അത് ചോദിച്ചാൽ തരുന്നില്ല, ചോദിച്ചാൽ അടിയും കുത്തുവാണ്. അതാണ് ഓൻ ഉദ്ദേശിച്ച പോലത്തെ ഒരാളെ ഓനക്ക് ആരെയും കിട്ടിയായിരുന്നു റാംബോ. അത് റാംബോ ഇവൻ അതെ, ഇവന്റെ മൈൻഡ് വെച്ചിട്ട് റാംബോ ഒരു അസറ്റാണ്. കാരണം ഇവൻ ഒരാളെ കൊല്ലാൻ പറഞ്ഞാൽ റാംബോ പോയിട്ട് കൊല്ലും. ഇവൻ നമുക്ക് ഫുഡ് തരണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാംബോ നമുക്ക് ഫുഡ് തരൂല. ഇവൻ റാംബോനെ ഈ പറഞ്ഞ പോലെ നീ പോയി ജയിലിൽ, നമുക്ക് വേണ്ടി ജയിലിൽ പോയി കിടക്കുന്ന പറഞ്ഞാൽ ഓനത് ചെയ്യും. മനസ്സിലായോ? ഓൻ അങ്ങനത്തെ ഒരു മൈൻഡാ. എന്താ ഓനെങ്ങനെ എന്താന്ന് എനിക്ക് അറിയില്ല, ഓന്റെ കാര്യം എനിക്ക് അറിയില്ല ഗൈസ്. ഓൻ അങ്ങനെയുള്ള ഒരു വ്യക്തിയാ, ഓൻ ലോയൽ ആയിട്ടുള്ള വ്യക്തിയാ. വെറുതെ റാംബോനൊന്നും ഇത് പറയണ്ട, ഓൻ ലോയൽ ആയിട്ടുള്ള നല്ലൊരു വ്യക്തിയാ. റാംബോനൊന്നും ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് അത്ര വലിയ ഇതിൽ പറയാൻ പറ്റില്ല. റാംബോനൊന്നും കുറ്റം പറയണ്ട ഗൈസ്. കാരണം ഈ പറഞ്ഞ പോലെ ഇവൻ പറയുന്നത് ചെയ്യാനുള്ള ഒരു ഇത് മാത്രമേ റാംബോ മനസ്സിലാക്കി കൊടുക്കായിരുന്നു. ഓന് കുറച്ച് ഇടപെടായിരുന്നു. പക്ഷെ ഓന് ഈ പറഞ്ഞ പോലെ ഈ തൊപ്പീന്റെ കൂടെ നടക്കുക, അല്ലെങ്കിൽ തൊപ്പീന്റെ എന്തോ ഒരു പവറിലാന്ന് ജീവിച്ചു പോകുന്നത്. തൊപ്പീന്റെ കൂടെയാണ്, തൊപ്പീന്റെ കാർ എന്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഒരു പവറിലാണ് ഇവൻ ജീവിച്ചു പോകുന്നത്. മനസ്സിലായി? അങ്ങനെ എന്തോ ഒരു മൈൻഡ് ഇവനുണ്ട്, ആ മൈൻഡിലാണ് ഇവൻ പോകുന്നത്. അപ്പോൾ നമ്മളത് ഇതാക്കാനും നിൽക്കൂല. ഓൻ്റെ ഹാപ്പിനെസ്സും ഓൻ്റെ കാര്യങ്ങളുമായിട്ട് ഓനങ്ങ് ഇതാക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ തൊപ്പി എന്ത് പറയുന്നോ അത് കേട്ട് റാംബോ നമ്മളെടുത്ത് ഇതാക്കും. അത് നമ്മൾ അനുസരിക്കുക. നമ്മളത് അനുസരിച്ചിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ. അതൊന്നും പറയാൻ സത്യം പറഞ്ഞാൽ പബ്ലിക്കിലേ പറയാനാവൂല. കാരണം ഇതല്ലോ ഞാൻ പിന്നെ കേസ് നിങ്ങളോട് പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. നമുക്കത് പബ്ലിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അത് വേറെ വിഷയമായിട്ട് ഇവിടെ പറയരുത്. അതൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യമില്ല. അങ്ങനത്തെ ഒന്നും ഒരു കാര്യം പറയരുത്. നമ്മളെ പേഴ്സണൽ ആയിട്ടുള്ള ഓനുമായിട്ടുള്ള പ്രശ്നം, നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു ഇപ്പോഴുള്ള പ്രശ്നം, അത് മാത്രം നമ്മൾ പറയാം. അല്ലാണ്ട് ഓൻ്റെ ഈ പറഞ്ഞ പോലത്തെ ബാക്കിയുള്ള അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകേണ്ട, അത് നമുക്ക് ചെയ്യണ്ട, അത് വേണ്ട, ആ സംഭവം വേണ്ട. നമുക്കുണ്ടായ അനുഭവം നമ്മളെ കാണാൻ വരുന്ന 4 ആൾക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ കള്ളനല്ലാന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്, അല്ലാണ്ട് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. മനസ്സിലായോ? ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്. അത് 10 ആളാണെങ്കിൽ ആ 10 ആൾ മതി, ആ 10 ആൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അത് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് പറയാം, നമ്മള് അനുഭവിച്ചത് ഞാൻ പറയാ. തെളിവ് ഇതാണ്. ഇതാ എല്ലാരും ചോദിക്കുന്നുണ്ട് മമ്മൂന് മമ്മൂന്റെ ഐഫോൺ ഐഫോൺ ഇതാണ്. ഇതേതാ 17 ഇതാണ് മമ്മൂന്റെ ഐഫോൺ 14 Pro Max. അല്ല, 18 Pro Max ആണ്. പുതിയ ഇറങ്ങാൻ പോകുന്ന 18 Pro Max ആണ് ഇതാണ് മമ്മൂന്റെ കയ്യിലുള്ളത്. തെളിവ് സഹിത പിന്നെ കുറെ തെളിവുണ്ട്, കാണിച്ചു തരാം. കാരണം എനക്ക് വിഷമമുണ്ടോ മൊത്തം, എനിക്ക് നല്ല വിഷമമുണ്ട്. കാരണം അത്രയാടെ നിന്നിട്ട് പിന്നെ ഇപ്പൊ എന്റെ കൂടെ ചിലപ്പോ പല ആൾക്കാരും ഉണ്ടാവും. അവരെന്തിനാ നിക്കുന്നത് ഈ പറഞ്ഞ ബുദ്ധി ഉണ്ടെങ്കിൽ ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവരെന്തിനാ നിൽക്കുന്നതെന്നും. അവർക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ കൂടെ നിന്ന് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടാവില്ല. നമുക്കിപ്പോൾ ഞാൻ ഓൾറെഡി ഡൗണാ. അപ്പം എൻ്റെ കൂടെ നിന്നതിനെക്കാട്ടി ഏറ്റവും കൂടുതൽ ഉപകാരം ഉണ്ടാകുക ഈ പറഞ്ഞ തൊപ്പീൻ്റെ കൂടെ നിന്നാലേ അവർക്ക് കിട്ടുക. കാരണം തൊപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതായിട്ടുള്ള ഒരു വ്യക്തിയാണ്. മനസ്സിലാവും? അപ്പോൾ ഓൻ്റെ കൂടെ നിൽക്കുമ്പോഴല്ലേ അവർക്ക് കൂടുതൽ ഗുണം ഉണ്ടാവുക. അപ്പോൾ അവരത് ചിന്തിച്ചു, അവർ സെൽഫിഷായിട്ട് ഇതാക്കി അതുകൊണ്ട് അവർ നമുക്ക് തരാൻ പറ്റുന്ന ഹെയ്റ്റ് തന്നു. അത് അവരെ ഇതായിട്ട് കാണാം, അവരെ സർവൈവലായിട്ട് നമുക്ക് കാണാം. അവർ ജീവിക്കാൻ വേണ്ടി അവർ ഈ പറഞ്ഞ പോലെ അത് ചെയ്തു. അങ്ങനെ ഞാൻ കണക്കാക്കുന്നുള്ളൂ. മനസ്സിലായോ? പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാരോട് ചെയ്തതെല്ലാം കണ്ടു നിന്നതിൻ്റെ ഒരു വിഷമം അതൊക്കെ ഉണ്ട്. ഇത്രയും ചെയ്യുന്നുള്ളൂ. വേറെ ആരെങ്കിലും കുറച്ചും കൂടി തണ്ടും തടിയിൽ ഒരുത്തനാണെങ്കിൽ ഒരിക്കലും കഴിയില്ല, ഒന്നും കഴിയില്ല. ഇവൻ ഏത് തണ്ടും തടിയുള്ള ഏത് മസിലുള്ള അർണോൾഡ് ഷ്വാസ്നിഗർ ഇവന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാലും ഉണ്ടല്ലോ, ഇവൻ വായ കൊണ്ടും ഇവന്റെ മൈൻഡ് കൊണ്ടും മാനിപ്പുലേറ്റ് ചെയ്ത് ഇവൻ അവരെ നിർത്തിക്കും. അതിനുള്ള കഴിവ് എനിക്കുണ്ട്. അത് ഞാൻ തുറന്ന് ഞാൻ പറയാം, അതിനുള്ള കഴിവ് എനിക്കുണ്ട്. ഈ പറഞ്ഞ ഇതൊക്കെ ആണെങ്കിൽ പോലും
അതിനുള്ള കഴിവ് ഓനിക്കുണ്ട്. അതുകൊണ്ടാണ് ഓൻ ഇന്നും ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കുന്നത്. ആ ഒരു കഴിവ് കൊണ്ടാണ് അത് ഓനുണ്ട് കഴിച്ച്. അത് ഞാൻ സമ്മതിച്ചു കൊടുക്കും. ഈ അപ്പാർട്ട് ഫ്രം ദിസ് ആ കഴിവ് ഉണ്ട്. അതുകൊണ്ടാണ് ഓൻ ഈ പറഞ്ഞ പോലെ ആൾക്കാരെ മണ്ടനാക്കി നമ്മളടക്കം മണ്ടനാക്കിയിട്ടും ഇത്രയും കാലം മുമ്പോട്ട് പോയത്. ഇനിയും ഓന് പറ്റാണ്ടൊന്നുമില്ല. ഓന് ഈ പറഞ്ഞ പോലെ ഒന്നിരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഓനിത് പറ്റും. ഓനിത് പുത്തരിയുള്ള കാര്യമൊന്നല്ല. ഓന് ആ മൈൻഡാണ്. ഓന് അതും പറ്റും. ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഈ വന്ന് പറയുന്ന നിങ്ങൾ തന്നെ നാളെ പോയിട്ട് അവിടെ പോയിട്ട് ഇതാവും, നിങ്ങളാവും. കാരണം നിങ്ങൾ അങ്ങനെ ആക്കും, മനസ്സിലായി? അത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഇതാകുന്നില്ല, നിങ്ങൾ അങ്ങനെ ആവും. അതങ്ങനെയാണ്. അതിനുള്ളൊരു കഴിവ് ഓനുണ്ട്. അതൊരു സംഭവമാണ്. അത് ആ കഴിവ് ഓനിക്കുണ്ട്. അത് ഞാൻ പറയാം. ആദിൽ ഇവിടെ ഇല്ല, മനസ്സിലായോ? ആദിൽ ഇവിടെ ഇല്ല. ആദിലും അസ്പാക്കും ഈ പറഞ്ഞ പോലെ ആദിലും അസ്പാക്കും ഇവിടെ ഇല്ല. അവര് എവിടെയുള്ള കണ്ണൂരല്ലേ ഉള്ളേ? ആ, അസ്പാക്ക് കണ്ണൂരല്ല. ആദിൽ എവിടെ? തിരുവനന്തപുരത്ത് എന്തോ ഉള്ളത്. നാളെ വരും. അപ്പോൾ നാളെ വന്നു കഴിഞ്ഞിട്ട് അവർക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം, മനസ്സിലാവും. പിന്നെ തൻസി എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തിയുണ്ട്. ഈ പറഞ്ഞ പോലെ ഓൻ്റെ കൂടെ ആദ്യം മുതൽ കാർ ഓടിക്കാനും വണ്ടി നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ടായ ഫ്രണ്ട്സാണ്. ഞാനും തൊപ്പിയും തൻസിയും ബച്ചു എന്ന് പറഞ്ഞിട്ടും മുനുവും ഫസൽ, നമ്മളൊക്കെ ഒരുമിച്ചുണ്ടായ ആൾക്കാരാണ്. നമ്മളൊക്കെ ഒരുമിച്ച് നടന്ന ആൾക്കാരാണ് പണ്ട്. ഈ പറഞ്ഞ ഇവൻ ഫേമസ് ആകുന്നതിനും ഇവൻ ഇതാകുന്നതിനൊക്കെ മുമ്പേ. പണ്ട് ഇവന് സ്വഭാവം ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ. പണ്ടൊന്നും ഇവൻ ഇങ്ങനെയല്ല. പണ്ടെല്ലാം നല്ല ഈ പറഞ്ഞ പോലെ കുറച്ച് ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത്ര ഈ പറഞ്ഞ ഈ ഒരു ഇതുണ്ടല്ലോ, എന്ത് ഈ പറഞ്ഞ പോലെ പേടിപ്പിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാനാടാ മൈര രാജാവ് എന്ന് പറഞ്ഞ ആ സാധനം ഇല്ലായിരുന്നു ഇവന്. ആ സാധനം ഇവനില്ലായിരുന്നു. അങ്ങനെ ഒരു സാധനം ഇല്ലായിരുന്നു. ഈ പറഞ്ഞ പോലെ ഫേമസ് ആയതിനു ശേഷം ഇല്ലായിരുന്നു. ഫേമസ് ആയി ഈ പറഞ്ഞ പോലെ ഒരു നന്മ ഇമേജ് ഇവൻ മുടിവെട്ടിയതിന് ശേഷം 6 മാസം കഴിഞ്ഞ ഒരു നന്മ ഇമേജും കൊണ്ട് ഇവൻ വന്നല്ലോ. അതിന് ശേഷമാണ് ഈ പറഞ്ഞ പോലെ കേരളത്തിലെ മൊത്തം പൊട്ടന്മാരെയും പറ്റിച്ചു. അപ്പോൾ എന്തോ ഒരു ഇത് വന്നു, മനസ്സിലായി? ഈ പറഞ്ഞ പോലെ ഇത്രയും ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാരെ പറ്റിക്കുന്നുണ്ടല്ലോ ഡെയിലി. പിന്നെ ഈ പറഞ്ഞ നമ്മളെ 4 ആൾക്കാരെ ഓന് പറഞ്ഞ വാക്കിൽ നിർത്തിക്കാൻ പറ്റുമെന്നായിരുന്നു ഓൻ ചിന്തിച്ചത്. പക്ഷെ ആടെ ഒന്ന് ഇതായി പോയി. നീ മതി, അത്രേ ഉള്ളൂ ഗൈസ്. മതി. ശരിക്കും റിയലാന്നുള്ള ഒരു സാധനമൊന്നും വേണ്ട. അതാ ഞാൻ പറയുന്നത്. അതൊന്നും റിയൽ അല്ല, ഫേക്കാ. അത് പക്ക 100% ഫേക്കാവും. നന്മമാരെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് 100% ഫേക്ക് ആയിരിക്കും. ഓൻ നന്മ വരം കാണിക്കുന്നുണ്ടെങ്കിലോ, ഓൻ 2 രൂപ ഒരാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിലോ, ഈ പറഞ്ഞ നിങ്ങൾ കണ്ടായിരിക്കും മറ്റേ ഇവരെ ഒരു വ്ളോഗ്, ഇത്താൻ്റെ ഒരു വ്ളോഗ് നിങ്ങൾ കണ്ടായിരിക്കും. അതൊന്നും പറയാൻ പറ്റാത്ത പോലും കുറെ കാര്യങ്ങളുണ്ട്. അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. ആ ഇത്താക്ക് പോലും ഫോൺ കൊടുക്കുമ്പോൾ പോലും ആ ഇത്താക്ക് ഫോൺ കൊടുക്കുമ്പോൾ പോലും ആ ഇത്താന ഈ പറഞ്ഞ പോലെ ഇതാക്കി. അതിൽ ഇവനിക്ക് 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, അതിന്റെ വ്ളോഗ് എന്നുള്ള പൈസനെ കാട്ടി കൂടുതൽ ഇവന് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. തൊപ്പി നന്മ, തൊപ്പി അങ്ങനെ ആയതു, തൊപ്പി ഇത് ചെയ്തു, ഇങ്ങനെയുള്ള വ്യക്തിയാണ് തൊപ്പി, അങ്ങനെയുള്ള വ്യക്തിയാണ് തൊപ്പി എന്ന് പറഞ്ഞിട്ട് ഇവൻ ആൾക്കാർ വായത്തും. അതിലൂടെ ഇവൻ കുറച്ചും കൂടി നന്മ ഇമേജ് കൂടുമ്പോൾ ഓഡിയൻസ് കൂടുമ്പോൾ പണം കൂടും. ഈ പറഞ്ഞ പോലെ പണം കൂടുമ്പം ഇത് കൂടും, ഇവൻ്റെ എന്താ പറയുക, ആൾക്കാരെ ഇത് കൂടും. അപ്പോൾ ഇവന് ബിസിനസ് കൂടുതൽ കിട്ടും, ഇനോഗ്രേഷൻ കൂടുതൽ കിട്ടും. അപ്പോൾ ഇവന് കൂടുതൽ പൈസ ഉണ്ടാക്കാം, മനസ്സിലായി? ഇവൻ്റെ അൾട്ടിമേറ്റ് മൈൻഡ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, പൈസ ഉണ്ടാക്കുക. അത് കൂടുള്ളവന് ഊമ്പിച്ചിട്ടാണെങ്കിലും 10 വർഷം കൂടുള്ളവന് ഊമ്പിച്ചിട്ടാണെങ്കിലും ഇവന് വേണ്ടി മരിക്കാൻ തയ്യാറായവരെ ചവിട്ടിയിട്ടാണെങ്കിലും ഇവന് ഈ പറഞ്ഞ പോലെ പൈസ ഉണ്ടാക്കണം. അതാണ് ഇവൻ്റെ മൈൻഡ്. പക്ഷെ എനിക്ക് മനസ്സിലാത്ത ഒരു കാര്യം എന്താ അറിയാമോ? എന്തിനാ കൈസ് ഇത്രയും പൈസ ഒരാൾക്ക്? ഓൻ്റെ കയ്യിൽ ആവശ്യത്തിന് കൂടുതൽ പൈസ ഓൻ്റെ കയ്യിലുണ്ട്. പിന്നെ എന്തിനാ നമുക്ക് കിട്ടുന്ന ഈ 5 രൂപയെന്ന്, അതിൽ നിന്ന് 5 രൂപയെന്ന് 1 രൂപ നമുക്ക് തന്നിട്ട് 4 രൂപ ഓൻ എടുക്കുന്നുണ്ടെങ്കിൽ പിന്നെയും ഓക്കെ എന്ന് പറയാം. ഇത് 5 രൂപ മൊത്തത്തിൽ എടുത്തിട്ട് നമ്മളെ അതിൽ നിന്ന് 1 രൂപ എന്തെങ്കിലും അത്യാവശ്യത്തിന് ചോദിക്കുമ്പം നമ്മളെ പുറംകാലം കൊണ്ട് ചവിട്ടാൻ പറ്റുന്നത്, അതെന്ത് മൈൻഡാണ് ഗൈസ്? അത് മാത്രമല്ലല്ലോ, നമ്മളിനിപ്പോൾ ഇൻ കേസ് എന്നോടൊക്കെ പറഞ്ഞിട്ടേനു, ഞാൻ പ്രൊമോഷൻ ചെയ്തിട്ട് നമുക്ക് ഒരു പൈസ കിട്ടും, നമുക്ക് റീൽ പ്രൊമോഷൻ ചെയ്താൽ എന്നോട് പറയാ ആ പൈസ ഒന്ന് തരണം. ഞാൻ എന്തിന്? അത് നമ്മൾ ഗ്യാങ് ചാരിറ്റി ചെയ്യുന്നുണ്ട്. ഞാൻ എന്ത് ചാരിറ്റി? ഇതൊന്നും ആരും അറിയ പോലുമില്ല.
ഇങ്ങനത്തെ എന്താ സംഭവം എന്നോ കാര്യങ്ങളൊന്നും അറിയ പോലുമില്ല. ലൈവിൽ ഏതോ സമയത്തും പറഞ്ഞിട്ടില്ല ഒരു ചാരിറ്റി ഞാൻ ഇറങ്ങിയ പിറ്റേ ദിവസമാണ് ഇവൻ പറയുന്നത് ചാരിറ്റി എന്ന് വേറെ പറയുന്നത്. പ്ലേറ്റ് മറിക്കലുണ്ട്. കാരണം ആൾക്കാർക്ക് ഒരു ഹെയ്റ്റ് കൊടുക്കാനുള്ള ഒരു സാധനം കൊടുക്കേണ്ടിട്ട് ചാരിറ്റിന്റെ ഇത് ചോദിച്ചപ്പോ ഷമീർ തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഓനെ പുറത്താക്കിയെന്നോ അല്ലെങ്കിൽ ഓൻ ഇറങ്ങിപ്പോയിന്നോ അങ്ങനെ എന്തും ഇവന് ക്രിയേറ്റ് ചെയ്യാം ഇവന്റെ ഇഷ്ടത്തിന്. പിന്നെ എനിക്ക് ഈഗോ എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ട്, ഒരു സ്ട്രീം ഉണ്ട്. അതിന്റെ തലേന്നത്തെ ലൈവില് ഈ പറഞ്ഞ പോലെ എന്നോട് അടിയാക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ പറഞ്ഞു അനക്കിപ്പോ നല്ല ഇതുണ്ട്, ആൾക്കാരൊക്കെ എന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയെന്ന്, അനക്ക് അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്നെ നല്ല തെറിയും പറഞ്ഞ് എന്നിട്ട് പറഞ്ഞ് ഇതൊക്കെ സ്ട്രാറ്റജിന്റെ ഭാഗമായിട്ട് ചില സമയത്ത് നമ്മളെ പറ്റിക്കും. അതിന്റെ മുമ്പൊക്കെ ഇടക്കിടക്ക് ഇട്ട് നിങ്ങൾക്ക് ഓരോ കുത്ത് വരും. ഷമീർ ഇപ്പൊ പണ്ടത്തെ പോലെ വൈബില്ല, ഷമീർ പണ്ടത്തെ പോലെ ചിരിക്കുന്നില്ല. നിങ്ങൾ എന്ത് മനസ്സിലാക്കി ഇതൊക്കെ റെഡിക്കുള്ള സംഭവം? ഇതൊക്കെ ഓരോ ഇഞ്ചക്ഷൻ പോലെ ഓരോരോ സാധനം തരും. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങളും വിചാരിക്കും സത്യമാണല്ലോ ഷമീർ ഇപ്പൊ പണ്ടത്തെ പോലെ വൈബില്ല, അപ്പൊ ഫെയിം കിട്ടിയപ്പോ ഷമീർ ഇപ്പൊ നീ അതിനെ ഇതാക്കിയല്ലേ. ഇതൊക്കെ നിങ്ങൾ അതാ പറഞ്ഞത്, അത്രത്തോളം മാനിപ്പുലേഷൻ പവർ ഉണ്ട്. ഒറ്റയടിക്ക് നിങ്ങൾക്ക് തരൂല, ഒറ്റയടിക്ക് നിങ്ങൾക്ക് മനസ്സിലാവൂല. ചെറുങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ആക്കിപ്പിക്കും. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഡെയിലി ചെറിയ അളവിലേ അത് പറയും. അപ്പൊ അത് ഒരാഴ്ച അത് അങ്ങനെ പറഞ്ഞ് വരുമ്പം ഓട്ടോമാറ്റിക്കലി നിങ്ങളെ മൈൻഡിൽ അങ്ങനെ ഒരു ചിന്ത വരും. അതെന്തായാലും വരും. കാരണം ഈ പറഞ്ഞ പോലെ അത് വരും. അതാ ഞാൻ പറഞ്ഞത്, അതാന്ന് അവന്റെ കെയ്വ്. മനസ്സിലായി? അതാന്ന് അവന്റെ കെയ്വ്. അത് വണ്ടിന്നൊക്കെ ചില സമയത്ത് പറയുകയും ചെയ്യും, എടാ ഡാഷുകളെ നീയൊക്കെ ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന വരച്ച വരയെ കൂടിയാണ് എല്ലാം പോകുന്നത്. അതുകൊണ്ട് അധികം സംസാരിക്കുകയോ ഇല്ലെങ്കിൽ ഫുഡിന്റെ കാര്യത്തിൽ. അതായത് ഇവന്റെ മൈൻഡ് എന്താ അറിയോ, ലോകത്തുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ കേരളത്തിലുള്ള ആൾക്കാരെ മൊത്തം ഇവൻ പറ്റിച്ചു. അവരെ മൊത്തം ഇവൻ മണ്ടനാക്കി. മനസ്സിലായി? അവരെ മൊത്തം അതിന്റെ ഒരു കോൺഫിഡൻസ്. അതുകൊണ്ട് ഇവൻ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഇവനാണ് രാജാവ്, ഇവനാണ് ഇത്. കാരണം ഈ പറഞ്ഞ ലക്ഷക്കണക്കിന് ആൾക്കാരെ ഞാൻ പറ്റിച്ച്, അപ്പൊ ഇവന്മാരൊക്കെ ഞാൻ മണ്ടനാക്കി. അപ്പം അങ്കാന്ന് ഏറ്റവും ബുദ്ധി, അല്ലെങ്കിൽ അങ്കാന്ന് അതിനുള്ള ബ്രില്യൻസ് ഉള്ള തന്നെയാണ്. പക്ഷെ അതിൽ ഇവൻ ഈ പറഞ്ഞ പോലെ ഒരു ഇതെടുത്തിട്ട് ആ ഒരു ഇതിലാണ് നമ്മളോടൊക്കെ സംസാരിക്കുന്നത്. ഏത് നമ്മളൊക്കെ ഈ പറഞ്ഞ പോലെ ഒന്നും ബുദ്ധിയില്ല, ഇതില്ല, കഴിവില്ലാത്ത ആൾക്കാരായിട്ട് ആണ് കണ്ടത്. മനസ്സിലായോ? എന്നെ പിന്നെ കുറച്ച് ഇവൻ ഈ പറഞ്ഞ പോലെ എന്നെ കുറച്ച് ഇതാക്കാൻ തുടങ്ങിയത് എപ്പാന്ന് വെച്ചാൽ, ഞാൻ ലൈവ് ചെയ്യാൻ തുടങ്ങി. ഇവന്റെ സെയിം ലെവൽ ഓഫ് വ്യൂവർഷിപ്പ് എനിക്ക് യൂട്യൂബിൽ കിട്ടി. 10, 15, 16K വ്യൂവർഷിപ്പ് എനിക്ക് യൂട്യൂബിൽ വന്നപ്പം ഇവനൊന്ന് ഒരു ഇതടിച്ചു. എന്നിട്ട് ഇവൻ എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, നീ വീഡിയോ കോള് ലൈവിൽ ചെയ്യരുത്. ഡേറ്റിംഗിന്റെ ഇതിൽ ആപ്പുകളിലൊന്നും ഇത് ചെയ്യാൻ പാടില്ല. അതായത് ഇവൻ എങ്ങനെയൊക്കെ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കുന്ന ലൈവിലുണ്ടോ വേറെ ആൾക്കാർ അറിയാണ്ട് ഒരു ദിവസം ഞാനും അമ്മും ഒന്ന് കേറിപ്പോയി. എങ്ങനെ ലൈവ് അന്ന് കേട്ട തെറിക്ക് കയ്യും കണക്കൂല. എന്നോട് പറഞ്ഞു, എടാ നിന്നോട് ആരാ ലൈവ് കയറാൻ പെർമിഷൻ തന്ന്, നിന്നോട് എടാ നമ്മളത് മനസ്സ് പോലും ചിന്തിച്ചില്ല. നമ്മള് ഷമീറിന്റെ ലൈവ് അല്ലേ, ജസ്റ്റ് ഒന്ന് കയറിപ്പോയത്. കാരണം നമ്മള് വൈബും നമ്മള് ഹാപ്പിനെസ്സും നിങ്ങൾ തോന്നിക്കുന്നത് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ നമ്മൾ ഇവന്റെ ലൈവിലേക്ക് പോയെന്ന്, അതായത് ഷമീർ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ നമുക്കും പിന്നെ ലൈവിലേക്ക് കയറാനുള്ള ഒരു പോകുമ്പോ ഇറങ്ങിയിട്ടില്ല. മലേഷ്യൻ ട്രിപ്പ് ആരെ ഇതാക്കി നോക്കിണ്ടടാ മണ്ടന്മാരെ. ആ വ്ളോഗിന്റെ ലാസ്റ്റില് പറയുന്നുണ്ട് അത് പ്രൊമോഷനാണ്, ഇന്ന ടീമാണ് നമ്മളെ കൊണ്ടുവന്നത്, ഇവരാണ് നമ്മളെ കൊണ്ടുവന്നത്, ഇവര് ഭയങ്കരം ടീമാണെന്ന് പറഞ്ഞ് ആ വ്ളോഗിന്റെ ലാസ്റ്റിൽ പറയുന്നുണ്ട്. അത് ഇവന്റെ കയ്യിൽ നിന്ന് എടുത്തു കൊടുത്ത പൈസ അല്ല, അതിൽ ഇവൻക്കുള്ള ഗുണങ്ങൾ രണ്ടാ. ഈ പറഞ്ഞ പോലെ ഒരു ട്രിപ്പ് ആൾക്കാരെ മുമ്പിൽ ഈ നമ്മളെ കൊണ്ടുപോയി എന്നുള്ള കാര്യം, ഒന്നാമത്തെ കാര്യം അത്. ആൾക്കാരുടെ മുമ്പിൽ മമ്മു ഫ്ലൈറ്റിൽ കയറി കണ്ടന്റ്, അതിലൂടെ ഉണ്ടാക്കുന്ന പറ്റുന്ന പൈസ. പിന്നെ ഇതിൽ ഓന് മുടക്കണ്ട. ഈ പറഞ്ഞ പോലെ ഇവര് മുടക്കും. ആര്? ഈ കൊണ്ടുപോകുന്ന ആൾക്കാര് പൈസ മുടക്കും. മനസ്സിലായോ? അപ്പൊ ആ പൈസ ഓന് ലാഭാ. ഓനിക്കിതിൽ ലാഭമല്ലേ ശരിക്കുള്ളൂ. മനസ്സിലായോ? എടാ 4-5 ദിവസം ആ ട്രിപ്പ് ഉണ്ടായിരുന്നു. ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല. ഈ ട്രിപ്പിൽ എന്ത് ഒരു ദിവസത്തെ വ്ളോഗോ കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഈ മറ്റെന്താ പറയുക, ഫ്ലൈറ്റിൽ നിന്നുണ്ടായ കോൺട്രവേഴ്സിയും പിന്നെ ഇതൊക്കെ അല്ല ഞാൻ പറഞ്ഞില്ലടാ നിങ്ങളെ. ഞാൻ തന്നെ എത്ര ഞാൻ മലേഷ്യ എന്ന് പറഞ്ഞിട്ട് നീ അതെ മലേഷ്യയിലെ ഇതേപോലത്തെ സ്ഥലത്തെല്ലാം വന്ന IR ചെയ്തൂലേ, അതൊന്നും വേണ്ട. ഞാൻ ഇപ്പൊ ലൈവ് ഒന്നും ചെയ്യാത്ത ടൈമാ. നമുക്ക് ഇതാ ഞാൻ ഇത്ര ചോദിച്ചുള്ളൂ. നീ അതെ മലേഷ്യയിലും മറ്റൊരു IR ചെയ്തൂടെ, നല്ല സ്ഥലങ്ങളും നല്ല ആൾക്കാരും നല്ല ഫുഡ് പിന്നെ സ്ട്രീറ്റ് ഇതെല്ലാം ഉണ്ട്. വേണ്ട, അത് ഞാൻ കുറച്ച് ബ്രേക്കിലാണ്, അപ്പൊ നിങ്ങളും കുറച്ച് ബ്രേക്കില്ല നിക്ക്. എന്റെ അത്ര ഇതാകണ്ട, ഞാൻ കഴിഞ്ഞിട്ട് മതി. ഞാൻ തുടങ്ങുമ്പോ തുടങ്ങുക, ഞാൻ നിർത്തുമ്പോ നിർത്തുക. കേട്ടാ? ഞാൻ പറയുന്ന അനുസരിച്ച് നിന്നാ വേണം, നിന്നാ മതി. ഇങ്ങനത്തെ ഭരണാണ് ഭയങ്കര ഭരണം. കാരണം അന്നല്ല, ഞാൻ സത്യമായിട്ട് പറയാം, സത്യമായിട്ട് പറയാം, അന്നലാടെ ഒരു നായ്, അതായത് പട്ടീനെ പോലെയാണ് എന്നെ കാണുന്നത്. പട്ടീനെ പോലെയാണ് കാണുന്നത്. മുഖത്ത് ചവിട്ടും അലക്കി. ഞാൻ വാഷിംഗ് മെഷീൻ്റെ ആണെന്നല്ല അലക്കാൻ പോകുമ്പോ ഏതെങ്കിലും ഒരു ഡ്രസ്സ് എടുത്തിട്ടില്ലെങ്കിൽ
ഒരടി വരും, എന്താടാ അവൻ കൂടി എടുക്കാതെ അതിന്റെ തന്ത വന്നിട്ട് എടുക്കുന്ന ചോദിക്കല്. തന്തക്കൊന്നല്ല, അതിന്റെ അപ്പറ വിളിക്കല്, വീട്ടിലുള്ള ആൾക്കാരെ വിളിക്കല്. അവരൊന്ന് അലക്കി തരുമോ ചോദിക്കും. ഞാനെന്താ പറയാ? ഞാൻ അവിടെ കേട്ടിങ്ങനെ നിൽക്കും. വേറൊരു ആൾക്ക് പ്രതിരോധിക്കാനുള്ള ഒരു ശേഷിയില്ല. ഇങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. കാരണം ഞാൻ അവിടെ കരഞ്ഞിട്ടും വിഷമിച്ചിട്ടും അവിടെ ഇരിക്കും. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് പറയും, എന്താടാ എനിക്കെന്താ ദേഷ്യം ഉണ്ട് എന്നെ അടിച്ചേന്, എനിക്കെന്നെ ദേഷ്യം ഉണ്ട് അടിച്ചേന്, അടിക്കണ അതെല്ലാം പറഞ്ഞിട്ട് കുറച്ച് ഇതാക്കി ഒരു സ്നേഹം ഒരു സ്നേഹം ആണെന്ന് നമുക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ശരിക്കും പറഞ്ഞത് സ്നേഹം മൊത്തം തെറിയും അടിയും ഇവന്റെ ഈ ഭരണം അല്ലാണ്ട് ഞങ്ങൾക്ക് തോന്നി ഈ ഭരണം പോലും പുറത്തുള്ള ഭരണം ഉണ്ടാവില്ല എന്നാ ഞാൻ പറഞ്ഞത്. അത്രയും വലിയ ഒരു ഭരണമാണ് ആടുണ്ടായത്. കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. നിന്റെ ഉമ്മാമാന്റെ ഇത് ചോദിക്കുന്നുണ്ട്, നിന്റെ ഉമ്മാമാന്റെ ഇത്. അത് ഒന്നും അല്ലല്ലോ, അത് നാച്ചുറൽ അല്ലേ? നാച്ചുറലാണ്. ഇതൊക്കെ ഇത്രയും പൈസ ഇല്ല, അതൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ ഒരിക്കലും പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതിനെ കുറിച്ച് എനിക്ക് അറിയില്ല, ഞാൻ ആ സമയത്ത് ഇല്ല, അതുകൊണ്ട് അതിനെ കുറിച്ച് അറിയില്ല. കാരണം അത് എനിക്കടക്കോ അവിടെ പേടിയാടാ എനിക്ക്. നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഈ 2.5 കൊല്ലമായിട്ട് മമ്മു നീ എന്താ പിന്നെ അങ്ങനെയൊന്നും ആ ടൈം ഇറങ്ങാൻ. എനിക്ക് പേടിയാ എനക്ക്. കാരണം എൻ്റെ വീട്ടിൽ ഞാനും അനിയനും ഉമ്മയേ ഉള്ളൂ. ഇവൻ വേറെ ആളെ കൊണ്ട് തല്ലി, അതായത് അടി കൊള്ളിപ്പിക്കാൻ വരെ ഇവനിക്ക് ഇതുണ്ട്. എന്തായാലും പറയണ എനിക്ക് അറിയാത്തോണ്ട്. അപ്പൊ അത്രയും ഓനിക്ക് പവർ ഇതുണ്ട്. കാരണം ഞാൻ ഈ ഒറ്റക്ക്, അതായത് അമ്മു എന്നുള്ള ഞാൻ ഒറ്റക്ക് ഇവനെതിരെ പ്രതിരോധിച്ചാല് ഇവൻ എന്തെല്ലാം നിങ്ങളെ ഇതാക്കും അറിയാം നിങ്ങൾക്ക്. എനിക്ക് ശരിക്കും പേടിയുള്ളത് കൊണ്ടാണ് ഇത്ര നാൾ വരെ. പിന്നെ എനിക്ക് ധൈര്യം വന്നെന്ന് വെച്ചാല് നമ്മളെല്ലാരും ഒരുമിച്ച് നിന്ന് കാരണം നമ്മളെല്ലാരും അനുഭവിച്ച് നമുക്കിനി വേറെ ഒന്നും ചെയ്യാനില്ല. ആൾക്കാരെ ഇതാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഉള്ളത് പറയാം. എനക്ക് പേടിയായോണ്ട് മാത്രമാണ്. എനിക്ക് വീട്ടില് ഉമ്മിയാനിയനേ ഉള്ളൂ, വേറെ ആരും ഇല്ല. എനിക്ക് അവരെ പോറ്റണം. എനിക്ക് അവരെ ഒന്നുമില്ലെങ്കിലും മാസം ഒരു 5000 കൊടുക്കുകയെങ്കിലും ഞാൻ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ പറയുമോ, ഞാൻ പണിക്കെങ്കിലും പോയി ഞാൻ പണ്ടും കുറെ പണിക്കെല്ലാം പോയിട്ടുണ്ട്. അപ്പോ ഒന്നുമില്ലെങ്കിൽ മാസം ഒരു 10,000 ഒരു 5,000 കൊടുക്കുന്ന വിധത്തിൽ എൻ്റെ ഉമ്മാനും അനിയനെ ഇപ്പൊ എന്നെ പോലെ ഇപ്പൊ നടക്കുന്നു വീട്ടില്. അതായത് ഞാൻ എങ്ങനെയാണോ പണ്ട് വന്നത് അതേപോലെയാണ് ഇപ്പോ എൻ്റെ അനിയൻ നിൽക്കുന്നത്. പഠിച്ചിട്ട് ഏടിലോ പണിക്ക് പോയാലോ എന്നെ പോലെ തന്നെ. അതായത് 2 ദിവസം പണിക്ക് പോവും, പിന്നെ 3-ാമത്തെ ദിവസം പണിക്ക് പോവില്ല. എന്നെ പോലത്തെ അതെ എൻ്റെ കാറ്റഗറി. ഉമ്മേനെ എന്നെ പറയും നിന്റെ ഇതേപോലെ തന്നെ വരുന്നത് നിന്നെയും കൂട്ടിക്കോന്ന്. ഞാൻ പറയും ഇവന് എന്തിനാ കൂട്ടുന്നു? ഇതേപോലെ ഏട്ടനും അനിയനെയും ഇങ്ങനെ ആക്കി എന്നുള്ള പേര് വരാൻ വേണ്ടിയിട്ടാണോ? ഈ 2 നായ്ക്കൾ ഇവിടെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അനിയനും ഇവിടെ കൂട്ടി വരേണ്ടത്. അങ്ങനെയാണോ വേണ്ടത്? ഞാൻ പറഞ്ഞു വേണ്ട. ഇവന് എന്താ വെച്ചാൽ ഞാൻ ഉമ്മാനോട് ഉമ്മാനോട് എന്തെല്ലോ ഉമ്മക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും, ഞാൻ പൈസ ഉണ്ടാക്കും, ഞാൻ കുടുംബം പോയിട്ട് എൻ്റെ ഉമ്മനെ ചോദിച്ചാൽ എപ്പാ അമ്മ നീ പോറ്റാ. ഉമ്മ സത്യമായിട്ട് ഞാൻ പറയാം, ഞാൻ ഉമ്മാനോട് എന്താ പറയണേ, ഞാൻ വരുമ്പോൾ പോലെ ഞാൻ ഉമ്മാനോട് 500 റുപ്യക്ക് ഞാൻ ഇതുവരെ ഞാൻ പണ്ടെല്ലാം ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഒരു 500 റുപ്യക്ക് ഇങ്ങോട്ട്